ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും കുന്നത്തുനാട് താലൂക്ക് ജമാഅത്ത് കൗൺസിലും സംയുക്തമായി ഹജ്ജ് സംഗമം 2025 കാവുങ്ങൽപറമ്പ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഹജ്ജ് സംഗമം മുൻ MLA അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യം വലിയൊരു ഘടകമല്ലേ, ആഫിയത്ത് വലിയൊരു ഘടകമല്ലേ, നാൾക്കുനാൾ മനുഷ്യൻ ഇങ്ങനെ ശോഷിക്കല്ലേ. നമുക്ക് കഴിഞ്ഞ കൊല്ലണ്ടായിരുന്ന തന്ത്രുസ്തി ഈ കൊല്ലണ്ടോ? കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഊർജ്ജസ്വലത ഈ വർഷം നമ്മുടെ കയ്യിലുണ്ടോ? അത് നാൾക്ക് നാൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോർന്നു പോവുകയാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് ആകട്ടെ, എക്സ്റ്റേണൽ ഓർഗാൻസ് ആകട്ടെ, അതൊക്കെ തന്നെ അതിന്റെ ശോഷണത്തിലേക്ക് മെല്ലെ മെല്ലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ വർഷം വരുമ്പോഴും മഹാന്മാർ പറയും, ഞാൻ ഖബറിലേക്ക് എത്ര കൊല്ലം നടക്കണം എന്ന് എൻ്റെ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് ഒരു കൊല്ലം കൂടി കൊഴിഞ്ഞുപോയി. അപ്പൊ പുതിയ ന്യൂ ഇയർ വന്നാൽ അവർ പറയാറുള്ളത്, ഞാൻ ഒരു കൊല്ലം കൂടി ഖബറിലേക്ക് അടുത്തു എന്നാണ്. അല്ലാതെ എനിക്കൊരു ന്യൂ ഇയർ വന്നോ എന്നല്ല, ഞാൻ ഒരു വർഷം കൂടി ഖബറിലേക്ക് അടുത്തു. ഞാൻ ഇത്ര കൊല്ലം ഖബറിലേക്ക് നടന്നാൽ അവിടെ എത്തുമെന്ന് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതിൽ നിന്ന് ഒരു കൊല്ലം കൂടി ഞാൻ ഫോർവേഡായി എന്നാണ് മഹാന്മാർ പറയാറുള്ളത്. പെരുമ്പാവൂർ കാവുങ്ങൽപറമ്പിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കുളം മുസ്ലിം ജമാഅത്ത് കൺവീനർ ഡോക്ടർ VS കുഞ്ഞിമുഹമ്മദ് സ്വാഗതം പറഞ്ഞു. അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഭാരവാഹികളായ ഹനീഫ, സഹീർ, ഷൈഫുൾ, യൂനസ്, മുജീബ്, നജാത്ത്, നെജ്മു സാക്കിർ, റൈസ സുൽത്താന എന്നിവരും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അമീർമാരായ അബ്ദുൾ അസീസ് ഫാരിമി, ഷുക്കൂർ മൗലവി കാഞ്ഞാർ, സിദ്ദിഖ് ഫൈസി കോട്ടയ്ക്കൽ, അബ്ദുൽ ലത്തീഫ് യമാനി അരിക്കോട് എന്നിവരും കുന്നത്തുനാട് ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികളായ AS കുഞ്ഞുമുഹമ്മദ്, റഷീദ് കൊജാങ്കുഴി, സിദ്ദിഖ്, VA ഉമ്മർ, MK അലിയാർ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. അപ്പോൾ ഇത് ഹാജിമാർക്ക് വളരെ ഒരു പ്രയോജനമായ ക്ലാസ്സാണിത്. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. പ്രശസ്ത പണ്ഡിതനും പ്രാസംഗികനുമായ കേരളത്തിലെ മുനീർ സാഹിബ് ക്ലാസ് എടുക്കുന്നത്. അതെല്ലാ ഹാജിമാർക്കും വളരെ പ്രയോജനമായിരിക്കും. തീർച്ചയായിട്ടും ഇവിടുത്തെ കമ്മിറ്റി ഞങ്ങളോട് വളരെ സഹകരിച്ചാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുമുഹമ്മദ് സാഹിബാണ് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ സ്റ്റാഫുകളുണ്ട്, മാനേജേഴ്സ് ഉണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ പൂർവ്വ സംഗമത്തിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഹാജി സംഗമം എന്ന പേരിലാണ് ഈ പരിപാടി നടക്കുന്നത് എങ്കിലും ഹജ്ജ് ചെയ്തവർ മാത്രമല്ല, ഈ വർഷം ഹജ്ജിന് പോകുന്ന ഏകദേശം 100ഓളം പേര് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഹജ്ജ് നിർവഹിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം സാമ്പത്തികമുള്ള എല്ലാവർക്കും ഹജ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല, ആരോഗ്യമുള്ളവർക്കെല്ലാം പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന അസുലഭമായ ഒരു അനുഗ്രഹം, സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് ഹജ്ജ് നിർവഹിച്ച ആളുകൾക്ക് ഒരു കൂട്ടായ്മ. അപ്പോൾ ഈ ഹാർവാർഡ് സർവകലാശാലയിൽ നടന്ന ഒരു പഠനത്തിൽ 80 വർഷം നീണ്ടു നിന്ന ലോങ്ങസ്റ്റ് സ്റ്റഡി ഇൻ ഹ്യൂമൻ ഹാപ്പിനെസ്, അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങളാണ് മനുഷ്യനെ സന്തോഷകരമായിട്ട് ജീവിക്കുവാനും ആയുസ് വർദ്ധിക്കാനും ഒക്കെ ഉതകുന്നത് എന്ന് ആ റിസർച്ചിൽ തെളിഞ്ഞിട്ടുണ്ട്. ഹജ്ജ് യാത്രയിൽ കൂടെ പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വളരെ വളരെ ആത്മബന്ധങ്ങളായി അല്ലെങ്കിൽ ആത്മസുഹൃത്തുക്കളായി അവർ മാറുന്നു. അവർക്ക് പിന്നീട് കാണാനുള്ള അവസരങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് ഇവിടെ അവർ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അവരുടെ ആത്മസുഹൃത്തുക്കൾ, ഒരു മുറിയിൽ താമസിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടുന്ന ഒരു സംഗമം കൂടിയാണ്. ഹജ്ജ് സംഗമത്തിൽ വിവിധ മഹലുകളിൽ നിന്നുള്ള 500-ലധികം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.